കോഹ്ലിക്ക് പകരക്കാരനായി സഞ്ജു ഇറങ്ങുമോ? ഒന്നാം T20യിൽ ഇന്ത്യയുടെ പ്ലേയിങ് 11 എന്തായിരിക്കും? ഹലോ ഗെയ്സ്, എല്ലാവർക്കും മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ജൂലൈ 27-ന് തുടങ്ങുന്ന ഇന്ത്യയുടെ ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ടീം ശ്രീലങ്കയിലെത്തി. ജൂലൈ 27-ന് പല്ലേക്കലെ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലായിരിക്കും ആദ്യ മത്സരം നടക്കുക. അപ്രതീക്ഷിത മാറ്റങ്ങളുമായിട്ടാണ് ഇന്ത്യ ശ്രീലങ്കയിലേക്ക് വണ്ടി കയറിയത്. സൂര്യകുമാർ യാദവാണ് T20 പരമ്പരയിൽ ഇന്ത്യയെ നയിക്കുക. രോഹിത് ശർമ്മയുടെ പകരക്കാരനായി കണ്ടിരുന്ന ഹാർദിക് പാണ്ഡ്യയെയും മറികടന്നാണ് സൂര്യ ശ്രീലങ്കൻ പര്യടനത്തിലുള്ള T20 നായകസ്ഥാനത്തേക്ക് എത്തുന്നത്. ഹാർദിക് പാണ്ഡ്യയുടെ ഫിറ്റ്നസ് ആശങ്കകളാണ് സൂര്യയെ T20 ക്യാപ്റ്റനാക്കിയത്. അതേസമയം സിംബാബ്വേക്കെതിരെ മികച്ച പ്രകടനം നടത്തിയ ഗെയ്ക്വാദിനെയും അഭിഷേക് ശർമ്മയെയും ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ടീമിൽ നിന്ന് ഒഴിവാക്കി. കൂടാതെ ഋഷഭ് പന്ത്, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, ഹർഷദീപ് സിംഗ്, അക്സർ പട്ടേൽ, മുഹമ്മദ് സിറാജ് എന്നിവരെ തിരിച്ചു വിളിച്ചു. ഈ T20 പരമ്പരയിൽ 2026 T20 ലോകകപ്പ് കിരീടത്തിനായുള്ള ഇന്ത്യയുടെ യാത്രയായി അടയാളപ്പെടുത്തും. ഗൗതം ഗംഭീറിൻ്റെ കീഴിൽ ആദ്യമായാണ് ഇന്ത്യ കളിക്കാനിറങ്ങുന്നത്. ഒന്നാം T20യിൽ ഗില്ലും ജയ്സ്വാളും ബാറ്റിംഗ് ഓപ്പൺ ചെയ്യും. 3-ാം നമ്പറിൽ സഞ്ജു സാംസണും 4-മതായി സൂര്യകുമാർ യാദവും ബാറ്റിങ്ങിനിറങ്ങാനാണ് സാധ്യത. സഞ്ജുവിനോ പരാഗിനോ ഇവരിൽ ഒരാൾക്ക് മാത്രമേ ടീമിൽ ഇടം നേടാൻ കഴിയുകയുള്ളൂ. പന്തിനെ 5-ാം സ്ഥാനത്തേക്ക് നീക്കിയാൽ സഞ്ജുവിന് അവസരം നൽകാൻ ഗംഭീറിന് കഴിയും. 3-ാം നമ്പർ സ്ഥാനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കൂടുതലും ടീമിൻ്റെ ഏറ്റവും മികച്ച ബാറ്ററാണ് ആ റോൾ കൈകാര്യം ചെയ്യുന്നത്. കോഹ്ലി തൻ്റെ കരിയറിൽ ഭൂരിഭാഗം സമയവും 3-ാം നമ്പറിലാണ് ബാറ്റിങ്ങിന് ഇറങ്ങിയിരുന്നത്. ഇനി ഇന്ത്യയുടെ സാധ്യത 11ലേക്ക് വന്നാൽ ഓപ്പണിങ്ങിൽ ജയ്സ്വാൾ, ഗിൽ കൂട്ടുകെട്ടുണ്ടാകും. 3-മനായി സഞ്ജുവും 4-മതായി സൂര്യകുമാറും ബാറ്റിങ്ങിനിറങ്ങും. 5-6 സ്ഥാനങ്ങളിൽ പന്തും റിങ്കുവും കളിക്കും. ഓൾറൗണ്ടർമാരെന്ന നിലയിൽ പാണ്ഡ്യയും അക്സർ പട്ടേലും ടീമിലിടം നേടും. സിറാജ്, ഹർഷദീപ് സിംഗ്, രവി ബിഷ്ണോയ് എന്നിവർ സ്പെഷ്യലിസ്റ്റ് ബൗളർമാരാകും. നന്ദി, നമസ്കാരം.